ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു വശത്ത് നോക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപിന് ഈ അവസാനിപ്പിച്ച് എണ്ണവില കുറച്ച് അദ്ദേഹത്തിന്റെ റൈസിംഗ് പൊളിറ്റിക്കൽ കോസ്റ്റ് മാറ്റി നിർത്തേണ്ട ആഗ്രഹമുണ്ട്. വേറെ തരത്തിൽ നോക്കിയാൽ അദ്ദേഹം നെതന്യാഹുവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാണ്. അപ്പോ ട്രംപിന്റെ അവസ്ഥ എന്താ പറയാ, വളരെ അൺസർട്ടൻ ആണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു എബ്രഹാം അക്കോർഡ്സ് വ്യാപിപ്പിക്കണം. അതില് അദ്ദേഹം പ്രധാനമായിട്ട് 3 രാജ്യങ്ങളെ പറ്റി പറഞ്ഞു: ഖത്തർ, ടർക്കി ആൻഡ് ഈജിപ്റ്റ്. ഖത്തറിന് ഇസ്രയേലുമായിട്ട് ഇപ്പോൾ ബന്ധമൊന്നുമില്ല. അപ്പോൾ ഖത്തറും ഇസ്രയേലും അവരുടെ റിലേഷൻസ് നോർമലൈസ് ചെയ്യിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അത് നടക്കില്ലെന്നുള്ളത് വേറെ കാര്യമാണ്, അത് നടക്കണമോ ഇല്ലെന്നത് വേറെ കാര്യം. പക്ഷെ അതിൽ അർത്ഥമുണ്ട്. പക്ഷേ ടർക്കിയിൽ ഒരു ഇസ്രയേലി എംബസി ഉണ്ട്, ഈജിപ്തിലും ഒരു ഇസ്രയേലി എംബസി ഉണ്ട്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും ഇനിയും എബ്രഹാം അക്കോർഡിൽ ചേരണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ട്രംപിന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി, അതിന് ഡിക്ലൈനാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറെന്നുള്ളത്, ഈ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഈ അടുത്ത ദിവസം പറഞ്ഞു അദ്ദേഹം സൗദി അറേബ്യയുടെ പ്രസിഡന്റ് MBS ബിൻ സൽമാനുമായിട്ട് സംസാരിച്ചിരുന്നു. സൗദി അറേബ്യയിൽ പ്രസിഡന്റ് ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ട്രംപ് രാത്രിയിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങാതെ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശരിക്കും ചെക്ക് ചെയ്യാനായിട്ട് ആരോ എങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പിന്നെ വേറെ എന്നുള്ളത്, ട്രംപ് ഈ മിസ്റ്റേക്സ് കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് തോന്നുന്നു ആർക്കും ധൈര്യമില്ല. അതായത് ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സിന്റെ ഒരു കഥയുണ്ടല്ലോ, ദി എംപറേഴ്സ് ന്യൂ ക്ലോത്ത്സ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, വളരെ ഗ്രീൻ ആയിട്ടുള്ള ഒരു എംപററുടെ അടുത്ത് കുറച്ച് ക്ലെവറായിട്ടുള്ളവർ വന്ന് പറഞ്ഞു അവര് പുതിയൊരു ഡ്രസ് ഉണ്ടാക്കി തരാം, അത് വളരെ ഫൈനാണ്, അപ്പൊ അത് തൊടാൻ കൂടി പറ്റില്ല, മനസ്സിലായില്ലേ, അത്രയ്ക്ക് ഫൈനാണ്. അത് കഴിഞ്ഞിട്ട് അവര് എംബ്രോയിഡറി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേറൊരു പുതിയ ഡ്രസ്സ് ഇടുന്ന പോലെ കാണിച്ചു, പക്ഷെ ഒന്നും ഇട്ടില്ല. എന്നിട്ട് പറഞ്ഞു ഇത് ഇത്ര മനോഹരമായിരിക്കുന്നു. എന്നിട്ട് എംബ്രോയിഡറി നടക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും വന്ന് പറഞ്ഞു എത്ര മനോഹരമായിരിക്കുന്നത്, ആരും കണ്ടിട്ടില്ല. അദ്ദേഹം നഗ്നനായിരുന്നേ. ഒരു കൊച്ചുകുട്ടിയാണ് പറഞ്ഞത് എംപറർ ഈസ് നേക്കഡ്. അപ്പൊ നമ്മൾ അമേരിക്കയിലെ ആ കൊച്ചുകുട്ടിയാണ് അന്വേഷിക്കുന്നത്. ഇതുവരെയും ട്രംപിനോട് നേര് പറയാനുള്ള ധൈര്യമുള്ള കൊച്ചുകുട്ടിയോ അതിൽ കൂടുതൽ പ്രായമുള്ളവരാരും നമ്മൾ കാണുന്നില്ല. മീഡിയ പറയുന്നുണ്ട്, പക്ഷെ അത് ട്രംപ് കേൾക്കുന്നില്ല. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ട്രംപിന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്, അദ്ദേഹത്തിന് ഇപ്പൊ 80 വയസ്സാകാൻ പോവാണ്. 80 വയസ്സായാലും ഞാൻ തെറ്റ് പറയില്ല, കാരണം എനിക്ക് 85ആയി. അപ്പൊ അതല്ല പ്രശ്നം. പക്ഷെ അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് കുഴപ്പമുണ്ട്. അതൊന്ന്. പിന്നെ ഇസ്രയേൽ വളരെ ആക്റ്റീവാണ്. അപ്പൊ ട്രംപ് പറയുവാണ് ഒരു നിശ്ചയം വേണം, അതിൽ ഇറാന്റെ എൻറിച്ച്ഡ് യുറേനിയം അമേരിക്കയിലേക്ക് നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു തീരുമാനം, ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ആക്രമണത്തെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ, ബന്ദർ അബ്ബാസും ഒക്കെ, അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ഇതുവരെയും ഇറാൻ കാര്യമായിട്ട് റിയാക്ട് ചെയ്തതാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇങ്ങനെ കൂടുതൽ സംഭവിക്കുകയാണെങ്കിൽ ഇറാൻ റിയാക്ട് ചെയ്യും. ഇറാന്റെ റിയാക്ഷൻ എന്തായിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. GCCയിലെ ഓയിൽ ഫെസിലിറ്റീസും ഡീസാലിനേഷൻ പ്ലാന്റ്സും നശിപ്പിക്കുക. അത് തുടങ്ങിയാൽ പിന്നെ
അത് നിർത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സ്ഥിതിയിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്കോണമിയിലെ ഉള്ള കോൺസിക്വൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. എണ്ണവില 4ാമത്തെ പ്രാവശ്യം കൂട്ടി. അത് കുറച്ചാണ് കൂട്ടുന്നത്. അതൊരു ട്രിക്കാണ് ഗവൺമെന്റിന്റെ. കാരണം 7 രൂപ ഒരുമിച്ച് ഒറ്റ കൂട്ടുന്നേക്കാൾ നല്ലത് 3 രൂപ 2 രൂപ അങ്ങനെ കൂട്ടുന്നതാണ്. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിക്കാണ്. പക്ഷെ അതിലും വേറൊന്നുണ്ട്. അതാദ്യം ഞാൻ ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് എണ്ണ വില ഇതിനേക്കാളും വളരെ കുറവായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ നമ്മൾ അന്നും ഈ വലിയ പ്രൈസ് കൊടുക്കണ്ടായിരുന്നു. അപ്പൊ അന്ന് അവരെന്തോരം ഉണ്ടാക്കി. ഇപ്പൊ അവര് പറയുന്നു 30,000 കോടി ഒരു മാസത്തിലെ നഷ്ടം വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് 600 കോടിയാ അന്നൊക്കെ അവര് പറയുന്നു. ഇപ്പൊ 1000 കോടി എന്നുള്ളത് ഒക്കെ പറയുന്നു. അത് പോട്ടെ. പക്ഷെ അന്നെല്ലാവരും കൂടുതൽ ഉണ്ടാക്കുന്നുള്ളത് അവര് പറയുന്നില്ല, ആരും ചോദിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം ഇന്ത്യൻ മീഡിയക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ള കരുത്തും കഴിവ് ഇല്ല. ഇത് ഞാൻ സീനിയേഴ്സിനെ പറ്റിയല്ല പറയുന്നത്. സീനിയേഴ്സ് പലപ്പോഴും വ്യക്തമായ ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവെ പറഞ്ഞാൽ ഇന്ത്യൻ മീഡിയ ഒരു അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് കാര്യമാക്കുകയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.